തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണിക്ക് അട്ടിമറി വിജയം. ക്ഷീര മത്സ്യ സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഉൾപ്പെടെ സഹകരണ സംരക്ഷണ മുന്നണിയിലെ 6 പേർ വിജയിച്ചു. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതിയിലേക്ക് ബുധനാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അട്ടിമറി വിജയം. ചരിത്രത്തിൽ ആദ്യമായാണ് സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികൾ ഭരണസമിതിയിലേക്ക് വരുന്നത്. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന് നേതൃത്വം കൊടുത്തിരുന്ന UDF ഭരണസമിതി കാലാവധി തികയ്ക്കാതെ രാജിവെക്കേണ്ടി വന്നതിനെ തുടർന്ന് കഴിഞ്ഞ 1 വർഷക്കാലമായി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായിരുന്നു. ബുധനാഴ്ച നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണിയിലെ 6 സ്ഥാനാർത്ഥികളും സഹകരണ ജനാധിപത്യ വേദിയിലെ 5 പേരും വിജയിച്ചു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് മത്സരിച്ച സഹകരണ സംരക്ഷണ മുന്നണിയിലെ US കൃഷ്ണൻകുട്ടി, NK പ്രമോദ് കുമാർ, മോഹനൻ MK എന്നിവരും സഹകരണ ജനാധിപത്യ വേദിയിലെ മറ്റ് സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ വേദിയിലെ PP യേശുദാസ് വിജയിച്ചു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണിയിലെ KJ ബിജുവാണ് വിജയിച്ചത്. മറ്റ് സഹകരണ സംഘങ്ങളുടെ ജീവനക്കാരുടെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ വേദി സ്ഥാനാർത്ഥി ജോഷി KJയും വനിതാ ഭരണസമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സിന്ധു സുബ്രഹ്മണ്യനും വിജയിച്ചു. പട്ടികജാതി പട്ടികവർഗ ഭരണസമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സഹകരണ സംരക്ഷണ മുന്നണിയിലെ സുകുമാരൻ MK വിജയം നേടി. ക്ഷീര മത്സ്യ സഹകരണ സംഘം ഭരണസമിതിയിൽ സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥി CV സുനിൽകുമാറും മറ്റ് വ്യവസായ സഹകരണ ഭരണസമിതിയിലേക്ക് സഹകരണ ജനാധിപത്യ സ്ഥാനാർത്ഥി A രാജുവും എതിരില്ലാതെ നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു. അട്ടിമറി വിജയം നേടിയ സഹകരണ സംരക്ഷണ മുന്നണി പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, MN സത്യൻ, KK മുരളീധരൻ, കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ തുടങ്ങിയവർ വിജയികളെ അനുമോദിച്ചുകൊണ്ട് ഹാരാർപ്പണം നടത്തി. സഹകാരികളുടെ മധുര പകവീട്ടിലെന്ന് ഫലപ്രഖ്യാപനത്തിന് ശേഷം സഹകരണ സംരക്ഷണ മുന്നണി ചെയർമാൻ സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. തലപ്പള്ളി താലൂക്കിലെ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി സഹകരണ സംരക്ഷണ മുന്നണിയുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം അധികാരത്തിൽ വരും എന്ന് ഉറപ്പായിരിക്കുക. ഇത് സഹകാരികളുടെ ഒരു മധുരമായ പകവീട്ടലാണ്. കാരണം സഹകരണ രംഗത്ത് കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് കേരളത്തിലെ സഹകരണ രംഗത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ, ആ പരിശ്രമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് EDയെ ഉപയോഗിച്ച്, നിലവിൽ നമുക്കറിയാം രാജ്യത്തൊരു നിയമ സംവിധാനമുണ്ട് സഹകരണ രംഗത്ത് കേരളത്തിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നിയമ സംവിധാനത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടിയും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും നടപടിയെ മറികടന്നുകൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ED പോലെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾക്ക് ചൂട്ടുപിടിച്ച കോൺഗ്രസിൻ്റെ നെറികെട്ട അല്ലെങ്കിൽ ശരിയല്ലാത്ത സഹകരണ മേഖലയെ തകർക്കുന്ന നടപടികൾക്കെതിരായ സഹകാരികളുടെ അതിശക്തമായ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ തലപ്പള്ളി താലൂക്കിലെ സർക്കിൾ സഹകരണ യൂണിയനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, സഹകരണ സംരക്ഷണ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവന്ന് നടന്നിട്ടുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വടക്കാഞ്ചേരി CI റിജിൻ M തോമസിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. VCV ന്യൂസ്, വടക്കാഞ്ചേരി. പ്രീമിയം സ്റ്റീൽ വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്.